ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെനോവൈനർ. ഇന്ന് നമ്മൾ ലോസ് ആൻഡേഴ്സിൽ ഇന്നലെ വെനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ നമ്മൾ കാർ മോഷ്ടിച്ചോലെ ഇന്ന് സ്യൂട്ടാണ് ഗൈസ് മോഷ്ടിക്കാൻ പോണത്. ഇവിടെ എവിടെയോ ആൻറ്റി വെനം ഉണ്ടായിരുന്നു. ആൻറ്റി വെനം ഇപ്പോഴാണ് വന്നത്. നമ്മൾ കാർ മോഷ്ടിച്ചപ്പോൾ ആൻറ്റി വെനം വന്നില്ലായിരുന്നു. വന്നിരുന്നെങ്കിൽ നമുക്ക് ആൻറ്റി വെനത്തിൻ്റെ കാറും കൂടി മോഷ്ടിക്കായിരുന്നു. ആൻറ്റി വെനത്തിന് എപ്പോഴും ജിമ്മ് തന്നെ. ഇത്രയും മസിൽ പോരെ. ആൻറ്റി വെനം സാറേ, എൻ്റെ കൂടെ വീട്ടിലോട്ട് വരാൻ താല്പര്യമുണ്ടോ? പിന്നെന്താ, വരാല്ലോ. ശരിക്കും വരാന്നാണോ പറഞ്ഞേ? ഗൈസ്, ഇത്രയും പെട്ടെന്ന് നമ്മളെ പണി നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വെനം സാറേ, വണ്ടി കയറിയല്ലേ, അപ്പൊ നമുക്ക് പോവാം. ഗൈസ്, അപ്പൊ നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടിയിൽ നമ്മളൊരു സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വൈബ്രേഷൻ സൗണ്ട് ഇടും. അത് ഈ വെനത്തിന് അലർജി ആണല്ലോ. ഗൈസ്, അപ്പൊ നമുക്ക് പാട്ടിടാം. ഓക്കെ ഗൈസ്, സെറ്റ്. നമ്മളെ വെനത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്. വെനം അല്ല, ആൻറ്റി വെനം. എന്താ ബോധം പോയോ? എന്താ വെനം സാറേ പറ്റിയേ? ഒന്നുമില്ലടാ, എന്തോ പോലെ നെഞ്ചൊക്കെ സൗണ്ട് കേട്ടപ്പോ. ഇതെന്താ സിംബിയോട്ട് പുറത്ത് വരാത്തെ? എന്താടാ നീ പറഞ്ഞു? ഒന്നുമില്ല സാറേ, ഞാൻ വെറുതെ ഒന്ന് ഊഹിച്ചതാ. ഇതെന്താടേ സിംബിയോട്ട് വരാത്തത്? കളിക്കണ? എനിക്ക് ആൻറ്റി വെനം സ്യൂട്ട് വേണം, പെട്ടെന്ന്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മള് ആൻറ്റി വെനം ആയിട്ടുണ്ട്. ഇവ എന്തൊക്കെ കിടന്ന് തെറി വിളിക്കണുണ്ട് കേട്ടോ. പക്ഷെ അവന് എണീക്കാൻ പറ്റണ്ട. ഒരു ചവിട്ട് കള്ളച്ചേർക്കം തെറി വിളിക്കണാടാ. എനിക്ക് കോപ്പി റൈറ്റും സ്ട്രൈക്കും ഒക്കെ കിട്ടൂലടാ തെറി വിളിച്ച. അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. കാറിൽ പോവാം. വയഗസ്, നമുക്ക് പറന്ന് പോവാം. അല്ല, അതിന് വെനത്തിന് വലവിടാൻ പറ്റൂ? വെനത്തിന് വലവിടാൻ പറ്റുമോ? സിനിമയിൽ അങ്ങനെ ഇല്ലല്ലോ. ചിലപ്പം ആൻറ്റി വെനത്തിന് പറ്റുമായിരിക്കും. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കാറിന് ചളി ഇവിടെ നിപ്പണുണ്ട് ഗൈസ്. പക്ഷേ ആരടുത്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കണേ. എന്താ സംസാരിക്കണേ? ഹലോ ആൾക്കാരെ, നിങ്ങളിൽ BTSന്റെ ബുക്കുണ്ടോ? BTSന്റെ ബുക്കാ? അതെ, ഞാൻ GTA 5 BTSന്റെ ഒരു ഫാനാണ്. അതിനിപ്പോ നമ്മളെന്താ ചെയ്യണം? നിങ്ങൾ എനിക്കൊരു BTSന്റെ ബുക്ക് സംഘടിപ്പിച്ച് തരേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാൻ കടിച്ച് കൊല്ലും. അയ്യേ, കാർണേജിന് BTS ഭ്രാന്താണ്. നിങ്ങൾക്ക് BTSന് ഇഷ്ടമാണോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാലോ. വേണമെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. വീഡിയോയിൽ പറയണില്ല, ചിലപ്പോൾ അത് ചിലവർക്ക് തെറ്റായിട്ട് തോന്നും. ആടാ മോനെ കാർണേജ്, നിനക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരാം, കൂടെ BTSന്റെ ബുക്കും. നീ വരണം. ശരിക്കും ഞാൻ വരണോണ്ടടാ, എനിക്ക് വേണം. നീ പെട്ടെന്ന് വണ്ടി ഇടും. ഞാൻ വേണമെങ്കിൽ ആ ബുക്കിന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. പെട്ടെന്നിടാ, ഫോട്ടോ ഇട്. ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയേ. ഇപ്പൊ നോക്ക്. ഇതെന്താ വോയിസ് മെസ്സേജ് ആണല്ലേ? എന്താ ഇതെന്താ വൈബ്രേഷൻ സൗണ്ടാ? അതെങ്ങനെ ഉണ്ടായിരുന്ന പണി? അവന്റെ സിംബിയോട്ട് വന്നിട്ടുണ്ട്. കാർണേജ് എന്താ ബ്ലാക്ക് കളർ? അപ്പൊ നമുക്ക് കാർണേജ് ആയാലോ? ഓക്കെ ഗൈസ്, നമുക്ക് കാർണേജ് ആകാം. ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാർണേജ് വരെ ആകണുള്ളൂ. മറ്റേ വെനം ഇല്ലേ, റിയൽ വെനം, അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ കാർണേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാൻ മറക്കല്, സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമ്മളിതിൻ്റെ അടുത്തൊരു പാർട്ട് ഇടുന്നതായിരിക്കും. പാർട്ടായിട്ടല്ല, വെനമായിട്ട് മാറുന്നതായിട്ട്.